അടുത്തതായി കാണാൻ പോകുന്നത് പുറത്തു നിന്നുള്ള രംഗങ്ങളാ. നോക്ക്. നിക്കണവിടെ, നിക്കണം, നിക്കണവിടെ. മാർക്കോ, പോക്ക. അവിടെ നിക്കണവിടെ. അങ്ങോട്ട് നടക്കണം. ഇത് ഇവന്റെ ശരീരത്തിലോട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെക്കേ. മര്യാദക്ക് നിക്കടാ. അയ്യോ, ഇവിടെ അനങ്ങാണ്ട് നിക്കടാ. റിമോട്ട് കിടക്ക്. ഞങ്ങള് പറയുന്നത് അതേപടി നീ ചെയ്തില്ലെങ്കിൽ ദേ ഇത് കണ്ടോ, ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താ മതി. അയ്യോ, ഒന്നും ചെയ്യല്ലേ. നീയേ പൊട്ടിത്തെറിക്കും. നിന്റെ പിന്നാലെ ഞങ്ങളുണ്ട്. ഏതാണ്ട് ഒരു 200-300 മീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട്. അയ്യോ, എന്നെ കൊല്ലരുത്. മരിക്കാതിരിക്കാനുള്ള മാർഗമായി പറയുന്നേ. ഞങ്ങൾ പറയുന്നത് കേൾക്കണം, അക്ഷരം പ്രതി അനുസരിച്ചോണം. ഞാൻ എന്തുവേണം അനുസരിച്ചോളാം ചേട്ടാ. കാശ് വാങ്ങിയിട്ട് നിരപരാധികളെ ക്രൂശിക്കുമ്പോ പിന്നാലെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു. ഞാൻ ആരെയും ക്രൂശിച്ചിട്ടില്ല ചേട്ടാ. പിന്നെ ആരാടാ തോമസ് സാറിന്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത്? ഓഹോ, അതിവന്റെ നാവുകൊണ്ട് ഇവനാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് മിഷൻ ആരംഭിക്കാം. അയ്യോ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ തന്നെ ചെയ്തോളാം. നീ ഇപ്പൊ തന്നെ കത്തിപ്പിക്കോ. വേണ്ട വേണ്ട ചേട്ടാ, ഞാൻ തന്നെയാണ് ചെയ്തത്. ആ, ആണല്ലോ. എന്നാലേ പകരത്തിന് പകരം അത് ചെയ്യണം നീ. ഇനി നിനക്ക് ജീവിക്കാൻ അതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ചെയ്തോളാം. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്തോളാം. ഇനി നീ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ വിശദമായിട്ട് പറഞ്ഞുതരാം. വാ. അത് ഒരു മടിയും കൂടാതെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? ആ, എടാ, കഞ്ചാവ് കേസില് നീ ഇതിനു മുമ്പ് അകപ്പെട്ടിട്ടുണ്ടല്ലോ. എടാ, എന്നിട്ട് നിനക്ക് അറിയാതെ പോയല്ലോ ചില സത്യങ്ങള്. എന്താ സാറേ? എടാ, കണ്ടു കിട്ടുന്ന കഞ്ചാവിന്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ എടാ മണ്ട പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടൂടാ. അതുകൊണ്ട് വെക്കുമ്പോ ക്വാണ്ടിറ്റി കൂട്ടി വെക്കണം. ഇനി അങ്ങനെ തന്നെ വെക്കാം സാറേ. എടാ, ഇതിപ്പോ എപ്പോഴും കൊണ്ട് വെക്കാൻ പറ്റുമോ? എടാ, ഒരു തവണ ചാൻസ് കിട്ടിയപ്പോ അത് മാക്സിമം മുതലാക്കണമായിരുന്നു. ഇനിയും ചാൻസ് കിട്ടും സാറേ, അവിടെ എനിക്ക് പിഴക്കത്തില്ല. ആ, എടാ, എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോ ഏതായാലും ജാമ്യം കിട്ടുമെങ്കിലും കേസ് നടക്കും. അവിടെ അവൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. പിന്നെ പോലീസിനെക്കാളും പേടിക്കണം അവനെ ഇപ്പൊ സംരക്ഷിക്കുന്ന ചിലരെ.
ആ മാർക്കോയെ അവന്റെ കൂട്ടുകാരൻ്റെയും കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ കണ്ണനും അവന്റെ കൂട്ടുകാരൻ അനന്തും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അവനെ സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചുള്ള യാത്ര ഒന്നും അധികമൊന്നും വേണ്ട. അവന്മാരൊക്കെ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എടാ, ഇവിടെ നല്ല ഫ്രൂട്ട്സ് കിട്ടും. ഞാൻ ദേ വരുന്നു. ശരി. സോറി മേഘ, ഇത്തവണ കഞ്ചാവിന്റെ ക്വാണ്ടിറ്റി കുറവല്ല, കൂടുതൽ തന്നെ. അതുകൊണ്ട് നിനക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എടാ, നല്ല ഫോറിൻ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ അതെടുത്തോണ്ട് നിന്റെ വീട്ടിലേക്ക് വരാം. ഇന്ന് നമുക്ക് ശരിക്കും ഒന്ന് മിനുങ്ങണം. എന്താ ഞെട്ടിപ്പോയോ? കഥകളിങ്ങനെ മാറി മറിയുമെന്ന് കരുതിയില്ല അല്ലേ? എടാ, എത്ര വലിയ വാലാട്ടിയാണെങ്കിലും മനുഷ്യനാണോ അവൻ്റെ ജീവനിൽ പേടിയുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്നെയും എൻ്റെ കൂട്ടുകാരെയും പോലെ ചങ്കുറപ്പുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നാൽക്കാലികളായിരിക്കണം. അവറ്റകള് വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, യജമാനന് വേണ്ടി ചിലപ്പോൾ മരിച്ചെന്നും വരും. നീയേ നട്ടലുറയ്ക്കാത്ത ഒരുത്തനാ. അപ്പൊ പിന്നെ നിന്റെ സഹായിയോ? അവന്റെ ദേഹത്തൊരു ബോംബ് വെച്ചിട്ട് നിന്നെ കൊല്ലണോന്ന് പറഞ്ഞാലേ അവൻ കൊല്ലും. കാരണം അവന് അവന്റെ ജീവനാ വലുത്. എടാ, ഇതിനകത്തിട്ട് ഇടിച്ചാലേ നിന്റെ കൈ നോത്തേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. എടാ, കണ്ണൻ സാറിന്റെ നട്ടലിന് സ്വാധീനം നഷ്ടപ്പെട്ടു ഒരു ആക്സിഡന്റിന് ശേഷം. എന്നാൽ അദ്ദേഹത്തിന് നട്ടലില്ലാത്തതും നിനക്കുള്ളതുമൊക്കെ ഒരുപോലെയാണ്. നട്ടലിന് സ്വാധീനം കുറഞ്ഞെങ്കിലും അദ്ദേഹം നട്ടലിലുള്ളവരെ പോലെയാ ഓരോന്ന് പ്രവർത്തിക്കുന്നതും പറയുന്നതും. എന്നാലേ നിന്റെ കാര്യം അങ്ങനല്ല. നട്ടലിന് നിനക്ക് സ്വാധീനം ഉണ്ടെങ്കിലും ഇന്ന് വരെ നീ നിന്റെ നട്ടല് നിവർത്തി പിടിച്ചിട്ടില്ല. അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ചുക്കും സംഭവിക്കൂലടാ. നിന്റെ മുന്നില് ഇങ്ങനൊരു വിധി ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഇടിച്ച് നിന്നെ പഞ്ചറാക്കാത്തത്. അല്ലെങ്കിൽ നീ ഇപ്പം നിന്റെ അച്ഛനോടൊപ്പം വീൽ ചെയറിൽ ഇരുന്നേനെ. അന്ന് തോമസ് സാറിന്റെ അഗസ്ത്യ കൂടത്തിൽ വെച്ച് അതിനുള്ള സാഹചര്യം ഒരുപാട് നീ ഉണ്ടാക്കിയതാ. അന്നൊക്കെ ഞാൻ നിന്നെ വെറുതെ വിടുകയായിരുന്നു. ഇനി പക്ഷേ അതല്ല സ്ഥിതി. നിനക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ സ്നേഹിക്കുന്നവർക്ക് നേരെ നിന്റെ നോട്ടം പോയ അവരുടെ ജീവിതവും ഭാവിയും നീ കാരണം തകർന്ന അവിടെ നീയും തീർന്നെന്ന് കൂട്ടിക്കും. ഞാൻ സ്നേഹിക്കുന്നവർക്ക്
പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് ചുറ്റും ഒരു വലയുണ്ട്. ആ വലയത്തിന് പുറത്ത് ഞാൻ ഉൾപ്പെടെ പലരും ഉണ്ട്. അവരിൽ ചിലര് അവർക്കുണ്ടാകുന്ന അപകടങ്ങൾ മുൻകൂട്ടി അറിയിക്കേണ്ടവരെ അറിയിക്കും. ചിലപ്പോ എന്നെയും. പ്രതാപൻ വച്ച ഗുണ്ടകള് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയപ്പോ ആ ഗുണ്ടകളിൽ നിന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ മുന്നിലേക്ക് പോകുന്നത്. അതൊരു ദൈവനിയോഗമാണ്. കൃത്യസമയത്ത് സന്ദേശം കൊടുക്കാൻ ആൾക്കാരുണ്ടെന്ന് നീ കൂട്ടിക്കും. എന്നുവെച്ചാ മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും ഒക്കെ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തോടാണ് നീ നേരിട്ട് യുദ്ധം ചെയ്യുന്നതെന്ന് ഓർത്താ നന്നായിരിക്കും. മാല കണ്ടല്ലോ. മകരമാസത്തിൽ മല ചവിട്ടും കണ്ണൻ സാറിനൊപ്പം ഞാനും ലോപ്പസും. അദ്ദേഹം 18ാം പടിയും കടന്ന് അയ്യപ്പ ദർശനം നടത്തുകയും ചെയ്യും. അതിനു മുമ്പ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് നീ ഇറങ്ങുകയാണെങ്കിൽ നിന്റെ കാര്യം നോക്കി നീ ജീവിച്ചോണം. അല്ലെങ്കിലേ നിന്റെ ഹൃദയത്തിലെ ഓട്ട വീഴും. നീ എത്തിയോ? ഞാനവനെ കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ. അവനോട് കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ സംഭവിച്ചതും അതിനുശേഷം ഉണ്ടായതൊക്കെ. പുള്ളി പുലിക്കൂട്ടി കിടക്കുന്നത് പോലെ ആയിരിക്കും ഇപ്പൊ കിടക്കുന്നത്. അതെ അതെ, പുലിയെ പോലെ സെല്ല് കടിച്ചു പറിക്കുന്നില്ലെന്നേ ഉള്ളൂ. മുഷ്ടി ചുരുട്ടി അതിനകത്ത് ഇടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അവൻ എന്നെയും മഞ്ജുവിനെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നടക്കുക. എന്നാ പിന്നെ ഒന്ന് കണ്ടുകളയാന്ന് വെച്ചു. കാണണം. കണ്ടിട്ട് പറയാനുള്ളതൊക്കെ നീ തൻ്റെ അടുത്തോടെ മുഖത്ത് നോക്കി പറയണം. ഇനി നിനക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. തോമസ് സാർ നിന്നെ തിരിച്ചെടുക്കും. എനിക്ക് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല മാർക്കോ. അതെന്താ? വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആണായിട്ട് പറഞ്ഞിട്ടും സാറ് വിശ്വസിച്ചില്ലല്ലോ മാർക്കോ. സാറ് മാത്രമല്ല, ഞങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒക്കെ പറഞ്ഞതാ നീ തന്നെയാണ് കുറ്റക്കാരനെന്ന്. എന്നാലേ തോമസ് സാറും ഞാനും ലോപ്പസും ഒക്കെ അത് അത്രത്തോളം നിന്നെ അവിശ്വസിക്കുന്നില്ല. എടാ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൈകൾ ശുദ്ധമാണെന്ന് നമ്മൾ തെളിയിക്കണം. ഇപ്പം അത് ആരാ തെളിയിച്ചത്? അത് നിനക്കറിയണോ? കഞ്ചാവ് കേസിൽ മേഘൻ അറസ്റ്റിലായെന്നേ മാർക്ക് പറഞ്ഞോളൂ, അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. എന്നാ കേട്ടോ, നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നറിഞ്ഞിട്ട് തോമസ് സാർ തന്നെയാ എല്ലാം കണ്ടുപിടിച്ചത്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ എനിക്ക് കാട്ടിത്തന്നത് തോമസ് സാറാ. അതിനുശേഷമാ കഞ്ചാവ് വെച്ച് അവന്റെ ഗുണ്ടയെ ഞങ്ങൾ പിടിച്ചതും അവനെ കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യിച്ചതും. അങ്ങനെയാണോ? എല്ലാത്തിനും മാർക്കോയോടും ലോപ്പസിനോടും എനിക്ക് നന്ദിയുണ്ട്. എടാ, അതിനേക്കാളും നന്ദി പറയേണ്ടത് തോമസ് സാറിനോടാ. അദ്ദേഹം നിന്നെ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോ അതിന് തടസ്സങ്ങളൊന്നുമില്ല. നീ അദ്ദേഹത്തോടൊപ്പം നിൽക്കണം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഇതുപോലെ മേഘൻ ഏതെങ്കിലും രീതിയിൽ നിന്നെ ചതിച്ചാലും തോമസ് സാർ ഉടനെയൊന്നും നിന്നെ പറഞ്ഞു വിടത്തില്ല. കാരണം സാറിന് അത്രയ്ക്ക് നിന്റെ വിശ്വാസമായി കഴിഞ്ഞു സാഗറെ. മാർക്കോ, എൻ്റെ കൈയുണ്ടോ? തഴമ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. മെക്കാട്ട് പണിയെടുത്തിട്ടായാലും കുടുംബം നോക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ എനിക്കറിയായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ആ ടെക്സ്റ്റൈൽസിലെ മാനേജറെ വിരട്ടിയിട്ട് നിന്റെ പെണ്ണിനെ വീണ്ടും അവിടേക്ക് ഞാൻ പറഞ്ഞു വിട്ടത്. അങ്ങനെ തൻ്റെ ഇടത്തോടെ തീരുമാനം എടുക്കണോടാ. എടാ, നമ്മൾ എവിടെയും തോൽക്കരുത്. ഒരു പെൺകുട്ടി നമ്മളെ വിശ്വസിച്ചിറങ്ങി വന്നാല് അവളെ പോറ്റാനുള്ള കഴിവുണ്ടാവണം. ചില അലവലാദികളുണ്ട്. കാശുള്ള വീട്ടിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും.
അവന്മാരുടെ നോട്ടം പെണ്ണിലല്ല, അവളുടെ സ്വത്തില്. അതൊക്കെ ആണത്തമില്ലാത്ത പണിയാ. എടാ, നമ്മളൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന അവളെ പോറ്റണം, അല്ലാതെ അവളുടെ സ്വത്തിലും പണത്തിലും കണ്ണുവെക്കരുത്. ഞാനും അങ്ങനെ തന്നെയാണ് മാർക്കോ പോകുന്നത്. അതുകൊണ്ടാ മഞ്ജുവിന് ജോലി ഓഫർ ചെയ്തിട്ട് പോലും മഞ്ജു കണ്ണൻ സാറിന്റെ കമ്പനിയിലേക്ക് പോവാത്തത്. എന്തായാലും നിനക്കും കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കും ഇടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ സംഭവം ഒരു കാരണമാവും. ഇനിയിപ്പോൾ പതിയെ അവരൊക്കെ സ്നേഹിച്ചു തുടങ്ങും. അപ്പോഴും അവരുടെ ചെലവിലൊന്നും നീ ജീവിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനും കണ്ണൻ സാറും ലോപ്പസും ഒക്കെ മലയ്ക്ക് പോകാൻ മാലയിട്ട ദിവസമായി ഇന്ന്. വേണമെങ്കിൽ നീ മാലയിട്ടോ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വച്ച് പിടിക്കാം. കണ്ണൻ സാറിനോട് ചോദിക്കോ, ഞാനും കൂടെ വരുന്നതിൽ പുള്ളിക്ക് വിരോധമൊന്നും ഇല്ലെങ്കിൽ ഞാനും മാലയിടാം. അതൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാടാ. എന്തായാലും നീ ഇനി തോമസ് സാറിന്റെ ഡ്രൈവറാവാൻ പോവല്ലേ? കണ്ണൻ സാറ് ഉടനെ ഇവിടെ അഡ്മിറ്റ് ആവും. ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിയേക്ക് കണ്ണൻ സാർ എഴുന്നേറ്റ് നടക്കുമെന്നാ തോമസ് സാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും നടന്ന് മല കയറാടോ. അദ്ദേഹത്തെ നമുക്ക് കൈ പിടിച്ച് മല കയറ്റാം. അല്ല, ഇനിയിപ്പോൾ ഏതായാലും ആ ഭീരുവിനെ കണ്ടിട്ട് വാ. ഹലോ, അപ്പൊ പിന്നെ ഒന്നിച്ച് വന്നൂടായിരുന്നോടാ? എന്തിനാടാ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്നത്? എങ്ങനെ വരണോന്ന് ഞങ്ങളല്ലടാ തീരുമാനിക്കുന്നത്. നീ പറയുന്നത് പോലെ വരാൻ ഞങ്ങളാരാ? നിന്റെ കൂലിക്കാരോ? ഡാ, ആ പുറത്തോട്ട് പോയവന്റെ ധൈര്യത്തിലാണ് നീ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അല്ലടാ, എനിക്ക് നീ ആരും ധൈര്യം തരേണ്ട കാര്യമൊന്നുമില്ല. ഓ, നീ ഇതിനു മുമ്പ് എന്നെ തല്ലുമ്പോ ഞാൻ നിന്നു കൊള്ളുമായിരുന്നു. ഇത് പക്ഷേ നീ എന്നെ തല്ലിയാലും കൊന്നാലും ശരി, പോകുന്നതിന് മുമ്പ് ഒരെണ്ണമെങ്കിലും ഞാൻ നിന്നെ തിരിച്ചടിക്കോടാ. ഞാൻ ലോക്കപ്പിലല്ലായിരുന്നെങ്കില് നിന്റെ ഈ സംസാരത്തിനുള്ള മറുപടി ഉണ്ടല്ലോടാ, അത് ഞാൻ തന്നേനെ. ലോക്കപ്പിന്ന് നീ ഇറങ്ങിയിട്ട് വാ, അപ്പോഴ് നമുക്ക് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാം. എന്റെയും ഭാര്യയുടെയും ജോലി കളയിപ്പിച്ചിട്ട് നീ വീട്ടിൽ വന്നു നിന്ന് ആളാവുകയായിരുന്നു. എന്നിട്ട് എന്തായടാ? നിന്റെ വാക്ക് കേട്ട് പുറത്താക്കിയ മാനേജർ തന്നെ മഞ്ജുവിനെ തിരിച്ചെടുത്തില്ലേ? ഇനി തോമസ് സാറിന്റെ കാറിന്റെ വളയം പിടിക്കാനും ഞാൻ പോവോടാ. ഇപ്പോ ജോലിയും കൂലിയും ഇല്ലാത്തത് നിനക്കാടാ. എടാ, കണ്ണൻ സാറും മഹാലക്ഷ്മിയൊക്കെ മഞ്ജുവിന് നല്ല ജോലി പറഞ്ഞതാ. പക്ഷേ ബന്ധങ്ങളെ ചൂഷണം ചെയ്യേണ്ടെന്ന് ഞാനും മഞ്ജുവും കൂടി ഉറച്ചൊരു തീരുമാനം എടുക്കുമായിരുന്നു. ഓ, അങ്ങനെ ഒരു തീരുമാനം നിനക്കെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കണ്ണൻ സാറും കണ്ണൻ സാറിന്റെ അച്ഛനൊക്കെ ഉണ്ടാക്കിയ മുതലില് കണ്ണുനട്ട് നടക്കുകയല്ലേ നീയും നിന്റെ അച്ഛനും, അതുപോലെ ഉണ്ണിയും ആ ഉണ്ണിയുടെ അമ്മയൊക്കെ. ഒരു സമയത്ത് മഞ്ജു അങ്ങനെയായിരുന്നു, പക്ഷേ അവള് മാറിയടാ. നീയൊക്കെയാണ് ഇപ്പോഴും എച്ചില് തിന്നാൻ നടക്കുന്നത്. നിർത്തടാ. എന്നോട് ആജ്ഞാപിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ശബ്ദം ഉയർത്തിയ അതിനേക്കാൾ ശബ്ദം ഉയർത്താൻ എനിക്കറിയാം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ കഞ്ചാവ് കേസിൽ പെടുത്താൻ നോക്കിയതാ. 2 തവണയാ നീ എന്നെ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതിന് പകരമായിട്ട് നീയും 2 തവണ സ്റ്റേഷനിൽ കയറി. അന്ന് പക്ഷേ നിനക്ക് ജാമ്യം കിട്ടി. ഇനി അതായിരിക്കില്ല സ്ഥിതി. നിനക്ക് ഈ തവണ ജാമ്യം കിട്ടില്ലടാ.
നീ തോമസ് സാറിന്റെ കാറിൽ 1 കിലോയ്ക്ക് താഴെയാണ് കഞ്ചാവ് വെച്ചത്. പക്ഷേ നിന്റെ കാറിൽ നിന്ന് പോലീസ് കിലോ കണക്കിനാണ് കഞ്ചാവ് കണ്ടെടുത്തത്. അതുകൊണ്ട് ഏത് വക്കീൽ വന്നാലും നിനക്ക് കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ആദ്യം ഞാൻ തിരഞ്ഞു വരുന്നത് നിന്നെ ആയിരിക്കും. പോര്, നീ തെരഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല. നീ വിളിക്കുന്നിടത്തേക്ക് വരാൻ എനിക്ക് നിന്നെ ഒന്നും പേടിയില്ലടാ. ദേ കയ്യിലെ തഴമ്പൊക്കെ പൊട്ടി തുടങ്ങി. മെക്കാട് പണി എടുത്തതിൻ്റെയാ. അറിയാലോ, എനിക്ക് കുടുംബം പുലർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാന്ന്. അത് നിനക്ക് ഇന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മാർക്കോയും ലോപ്പസും ഒക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടടാ. അതുകൊണ്ട് ഇടി കൊണ്ട് ചാവാതെ സ്വന്തം തടി ഇതുപോലെ തന്നെ അങ്ങ് നിലനിർത്താൻ നോക്കടാ. എടോ